ദൈവത്തിൻ്റെ അതിപരിശുദ്ധ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസമായി നന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവിൻ്റെ നിസ്തുല സ്നേഹത്തിൽ പ്രഭാത ജാഗരണത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനിക്കാനുള്ളതായ ഭാഗമെന്ന് പറയപ്പെടുന്നത് സേവനത്തിനായി അവസരങ്ങളെ മെച്ചപ്പെടുത്തുക. തിരുവചന ഭാഗം യാക്കോബ് എഴുതിയ ലേഖനം 4-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പ്രതിപാദിക്കുന്നു: നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ അല്പസമയങ്ങൾ മാത്രമേ ഉള്ളൂ. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ വലിയ ഒരു ദൗത്യമാകുന്നു എന്നുള്ളതായ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെതായ വയൽ പ്രദേശത്ത് വേല ചെയ്യുമ്പോൾ സ്വയത്തിൽ ഒന്നും ആകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നിഷ്കർഷിക്കുന്നു. തൻ്റെതായ ഇഷ്ടങ്ങളല്ല, തൻ്റെതായ മാർഗങ്ങളല്ല നാം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ദൈവത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം, ദൈവത്തിൻ്റെ ഇച്ഛ, ദൈവം എന്താകുന്നുവോ നിങ്ങളോട് ചെയ്യുവാൻ പറയുന്നത് അതാണ് ചെയ്യേണ്ടിയിരിക്കുന്നത്. കർത്താവ് യേശു പറഞ്ഞത് എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടമത്രേ ഞാൻ ചെയ്യുന്നത്. ആ വചനമായിരിക്കണം നിങ്ങളെ ബലപ്പെടുത്തേണ്ടത്, നിങ്ങളെ വഴി നടത്തേണ്ടത്. നിങ്ങൾ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ആയിരിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് സ്വയമായി ഉയർത്തുവാനോ പുകഴ്ചയ്ക്കോ ഒന്നുമല്ല നാം മുതിരേണ്ടത്. അങ്ങനെ ആകുന്നെങ്കിൽ ഒരുപക്ഷെ സമൂഹത്തിലെ അല്ലെങ്കിൽ സഭയിലെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു ഉന്നതരായ വ്യക്തികൾക്കൊപ്പം നിങ്ങൾക്ക് ഇരിപ്പിടമുണ്ടായിരിക്കും. പക്ഷേ ദൈവത്തിൻ്റെ സന്നിധിയിലാകുമ്പോൾ നാം താഴ്ത്തപ്പെട്ടവരെ കാണും. കാരണം ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്തില്ല എങ്കിൽ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം താഴ്ത്തപ്പെട്ടവരായിരിക്കും. വിശുദ്ധ മന്ദിരത്തിലെ തുലാസിൽ നിങ്ങളെ തൂക്കി നോക്കുമ്പോൾ അതിൽ കുറവുള്ളവരായി കാണാതിരിക്കേണ്ടതിന് സ്വയത്തിൽ ഒന്നും ആശ്രയിച്ച് പ്രവർത്തിക്കാതിരിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതായ താലന്തുകൾ അത് എത്ര എണ്ണമെന്നല്ല, ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ എങ്ങനെ അത് ഉപയുക്തമാക്കി മറ്റുള്ളവരെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കൂട്ടിച്ചേർക്കേണ്ടതിന് നിങ്ങൾ ഉപയുക്തമാക്കുന്നു എന്നതാണ്. മാത്രമല്ല സഹജീവികളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടേതായ കഷ്ടങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരുടെ ഇല്ലായ്മകൾ, അവരുടെ ദാരിദ്ര്യങ്ങൾ, ഈ സാഹചര്യങ്ങളിൽ അവർ തളർന്നു പോകാതെ അവരെ ബലപ്പെടുത്തേണ്ടതിനും ശക്തീകരിക്കേണ്ടതിനും ദൈവത്തിൻ്റെ വചനം എന്ത് അനുശാസിക്കുന്നുവെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവരെ ബലപ്പെടുത്തേണ്ടതാകുന്നു ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ഉത്തരവാദിത്വം. ആ താലന്തുകൾ നാം ഒരിക്കലും കുഴിച്ചിടരുത്. വ്യത്യസ്തവും വിവിധങ്ങളായിരിക്കുന്നതായ താലന്തുകൾ അല്ലെങ്കിൽ കഴിവുകൾ ദൈവം നിങ്ങളിൽ നൽകിയിരിക്കുന്നുണ്ട്. സ്വർഗത്തിൻ്റെതായ ദൈവത്തിൻ്റെ ഇഷ്ടം നിങ്ങളിലൂടെ വലിയൊരു നീരുറവയായി ഒഴുകി അവർക്ക് സാന്ത്വനമാകണം, അവർക്ക് സമാധാനമാകണം, അവർക്ക് ആശ്വാസമായി തീരേണ്ടിയിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാകുന്നെങ്കിൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കേൾക്കുന്നതായ ആ ദിവ്യ ശബ്ദം അന്ത്യനാളുകളിൽ നിങ്ങൾക്കും കേൾക്കാൻ കഴിയും: നന്ന് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും, നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക എന്ന ആ സുന്ദരമായിരിക്കുന്നതായ വചനം അല്ലെങ്കിൽ ആ ശബ്ദം നിങ്ങൾക്കും കേൾക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനം പറയപ്പെടുന്നത് അല്പസമയം മാത്രമേ നമുക്കെല്ലാവർക്കും ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വേല, ആ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപേ നിൽക്കേണ്ടവരാകുന്നു എന്നുള്ളതായ തിരിച്ചറിവുണ്ടാകണം. ശരീരത്തോടിരിക്കുമ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നാം ഓരോരുത്തരും ഉത്തരം പറയേണ്ടിയിരിക്കുന്നുണ്ട്. സഹായത്തിനും ആശ്വാസത്തിനും നിങ്ങളെ സമീപിക്കുന്നവരെ നിരുത്സാഹമുള്ളവരാക്കി മാറ്റാതെ, അവരെ നിസ്സാരമായി കാണാതെ, ദൈവം നിങ്ങളുടെ വൻ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് നാം ഓർത്തിരിക്കുക. അവരുടെ സന്തോഷത്തിനും അവരെ പല ദൈവികമായ കാര്യങ്ങളിൽ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതും നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടേതായ സ്വാധീനം അവരെ ആത്മീയമായി ബലപ്പെടുത്തേണ്ടതിന് ഉപയുക്തമാക്കുക. നിങ്ങളുടെ സമ്പത്തുകൾ നിങ്ങൾ വിശ്വസ്തയോടുകൂടെ ദൈവിക വേലയ്ക്ക് സമർപ്പിക്കുന്നുണ്ടോ എന്നൂടെ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കർത്താവിൻ്റെ സേവയ്ക്കായി നിങ്ങളെ വേർതിരിക്കുക. ഈ ലോകത്തിന് അനുരൂപമാകാതെ ദൈവ വിളിക്ക് യോഗ്യമാകുന്നതായ ഫലം കായ്ക്കുന്നതായ മക്കളായിരിക്കുക. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ നിലവുകളെല്ലാം ആ ദൈവികമായിരിക്കുക. നിങ്ങളുടേതായ ന്യായമായിരിക്കുന്നതായ സേവനം ദൈവഹിതത്തിന് ഉത്തമമായിരിക്കും. അങ്ങനെ ആക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ അന്ത്യനാളുകളിൽ വിളിച്ചു വേർതിരിക്കുമ്പോൾ നിന്റെ കാര്യവിചാരകത്വത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കുക എന്ന് പറയുമ്പോൾ സന്തോഷത്തോടുകൂടെ ധൈര്യത്തോടുകൂടെ തന്നെ നിങ്ങൾക്ക് ദൈവസന്നിധി നിൽക്കുവാൻ കഴിയും. ദൈവം നൽകിയിരിക്കുന്നതായ നല്ല അവസരങ്ങൾ
തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ദൈവവേല ചെയ്യുവാൻ നിങ്ങളെ തന്നെ ഒരുക്കുക. ഒരുമിച്ച് കർത്താവിൻ്റെ വയൽപ്രശവേലയിൽ കൂട്ടുവേലക്കാരായി നമുക്ക് പ്രവർത്തിക്കാം. അതിനായി ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും ശക്തീകരിച്ച് ബലപ്പെടുത്തുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. നൽകിയ വചനത്തിനായി സ്തോത്രം കർത്താവേ. അവിടെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പ്രാർത്ഥനയോടും വിശ്വസം ചെയ്യുവാൻ, ഞങ്ങളുടേതായ ഇഷ്ടങ്ങളല്ല, ഞങ്ങളുടെ ചിന്തകളല്ല, അവിടുത്തെ ഹിതം, അവിടുത്തെ ഇച്ഛിക്കത്വം പ്രവർത്തിക്കുവാൻ ഞങ്ങളെടുത്ത് ഉപയുക്തമാക്കണമേ. അവിടുത്തേതായ സ്നേഹവും സന്തോഷവും സമാധാനവും മറ്റുള്ളവരിൽ പകരേണ്ടതായ വലിയൊരു ഉപകരണമാക്കി ഞങ്ങളെ മാറ്റി അവിടുത്തെ നാമത്തിൽ ബലപ്പെടുത്തുമാറാകണമേ. അന്ത്യനാളുകളിൽ ഞങ്ങളും കാലഘട്ടത്തിൻ്റെ വൈകല്യം വഴി നശിച്ചു പോകാതെ ആ നിത്യപ്രകാശത്തിൽ പ്രകാശപൂരിതരായി ലോകത്തിൽ പ്രകാശിക്കേണ്ടതിന് അവിടുത്തെ ആത്മാവിനാൽ വഴി നടത്തുമാറാകണമേ. യേശുവിൻ മഹത്വമുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമേൻ.